കള്ളപ്പണം വെളുപ്പിക്കലും മണി ചെയിൻ മാതൃകയിൽ പണം ശേഖരിക്കലും അടക്കം സർവ്വവിധത്തിലും സ്ഥാപനം തട്ടിപ്പ് നടത്തിയെന്നാണ് ഇൻകം ടാക്സ് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ പണമൊക്കെ ടാക്സുകളായിട്ട് നമ്മുടെ രാജ്യത്തിന് തന്നെ ലഭിക്കേണ്ടതാണ്. അതെല്ലാമാണ് ഇപ്പോൾ വിദേശത്തേക്ക് കടത്തിയിരിക്കുന്നത്. നമസ്കാരം. അൽ മുക്താദിർ ജ്വല്ലറിയുടെ നിരവധി ഷോറൂമുകളാണ് ഇപ്പോൾ അടഞ്ഞു കിടക്കുന്ന നിലയിൽ കാണാൻ കഴിയുന്നത്. നിങ്ങളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ എറണാകുളം ഇടപ്പള്ളിയിലെ ഇവരുടെ മെയിൻ ഷോറൂമിൻ്റെ മുന്നിൽ നിന്നുള്ളതാണ്. ഇവരുടെ ഒരു ഷട്ടർ പകുതി മാത്രം തുറന്ന നിലയിലാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. കാരണം വലിയ രീതിയിലാണ് ഇവിടേക്ക് നിക്ഷേപം നടത്തിയ ആളുകളൊക്കെ വലിയ പ്രതിഷേധവുമായി എത്തുന്നത്. നിങ്ങൾ നേരത്തെ കണ്ട ദൃശ്യങ്ങൾ പാലക്കാട് ജില്ലയിലെ അൽ മുക്താദിർ ജ്വല്ലറിയുടെ ഒരു ഷോറൂമിൽ നടന്നതാണ്. ഇവിടെ നിക്ഷേപം നടത്തിയ ആളുകൾ വന്ന് ബഹളമുണ്ടാക്കിയാണ്. അതായത് കല്യാണത്തിന് സ്വർണ്ണമെടുക്കുന്നതിന് മുൻകൂറായി പണം നൽകിയ ആൾക്കാരാണ് ഇവിടെ വന്ന് ഈ ബഹളമുണ്ടാക്കിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ നിരവധി ഷോറൂമുകളിൽ ഇതുപോലെ നിരവധി ആളുകളുടെ പണം മുൻകൂറായി വാങ്ങിയതിന് ശേഷം സ്വർണം നൽകുന്നില്ല എന്നുള്ള ആരോപണം ഉയരുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധന ഇവരുടെ എല്ലാ ഷോറൂമുകളിലും നടന്നിരുന്നു. ഇതിനെ തുടർന്ന് വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ ജ്വല്ലറി ഉടമ. ഇയാൾ നേരത്തെ തന്നെ ഇവിടെ നിന്ന് 50 കോടിയോളം രൂപ വിദേശത്തേക്ക് കടത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് സാധാരണക്കാർ ഇവരെ വിശ്വസിച്ച് നൽകിയ പണമൊക്കെ ഇയാൾ വിദേശത്തേക്ക് കടത്തി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ വലിയ രീതിയിലുള്ള നികുതി വെട്ടിപ്പും ഇവർ നടത്തിയിട്ടുണ്ട് എന്നാണ് ആദായ നികുതി വകുപ്പിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഒരുപാട് പണിക്കൂലി ഇല്ല, അതുപോലെ തന്നെ ഇവർക്ക് നേരത്തെ മുൻകൂർ പണം നൽകുന്നവർക്ക് 30% ലാഭവും നൽകും എന്നുള്ള വാഗ്ദാനമൊക്കെ ആയിട്ടാണ് ഇവർ പലരിൽ നിന്നും പണമൊക്കെ വാങ്ങിയിരുന്നത്. അതുകൂടാതെ ഈ കല്യാണ പാർട്ടികളുടെ വീടുകളിൽ പോവും, അതായത് കല്യാണം നടന്നതിന് ശേഷം പിന്നീട് ആ സ്വർണം വീണ്ടും നിക്ഷേപിക്കുവാനായി ഇവർ തിരികെ വാങ്ങിയെടുക്കുന്ന ഒരു ഏർപ്പാട് ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത് സാധാരണക്കാരാണ്. ഈ പണിക്കൂലിയൊക്കെ കുറവാണ് എന്ന് കരുതിയിട്ടാണ് ഇവിടെ കൊണ്ടുപോയി പണം കൊടുത്തത്. അവരെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിലൊക്കെ വിവാഹം നടക്കേണ്ട ആളുകളൊക്കെയാണ് ഇത്തരത്തിൽ ഷോറൂമുകളുടെ മുന്നിൽ വലിയ പ്രതിഷേധമൊക്കെ നടത്തുന്നത്. അതാണ് പാലക്കാട് ഷോറൂമിൽ ഒരു കുടുംബമെത്തി വലിയ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കിയത്. ഇത് സംബന്ധിച്ച് പാലക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ വമ്പൻ തട്ടിപ്പാണ് അൽ മുക്താദിർ ജ്വല്ലറി ഉടമ നടത്തിക്കൊണ്ടിരുന്നത് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറെ നാളുകളായി മറുനാടിനും അക്കാര്യം തന്നെയാണ് തുറന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ എടപ്പള്ളിയിലെ ഷോറൂമിൽ ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡ് നടക്കുന്നതിനിടയിൽ ഞാൻ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയിരുന്നതാണ്. അതിന് അവർ എന്നെ കയ്യേറ്റം ചെയ്യുകയും പിന്നീട് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് അവർ അത് കോംപ്രമൈസ് ചെയ്തു. എങ്കിലും പിന്നീട് അവരുടെ സ്ഥാപനത്തിൽ അനധികൃതമായി കടന്നു കയറി അവരുടെ ദൃശ്യങ്ങളൊക്കെ പകർത്തി എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് കോടതിയിലൊരു കേസ് കൂടി കൊടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഇവർക്കെതിരെ വരുന്ന ഒരു വാർത്തകളും, അതായത് ഇവർക്കെതിരെ നടക്കുന്ന അന്വേഷണങ്ങളുടെ ഒന്നും ഒരു വാർത്തകളും പുറത്തു വരരുത് എന്ന് അവർ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും അവർ വിലക്കെടുത്തിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളുടെയും മുൻ പേജിൽ തന്നെയാണ് ഇവർ പരസ്യം നൽകിയത്. ഒരു ദിവസം തന്നെ 5 കോടി രൂപയിലധികം ഈ പരസ്യങ്ങൾക്ക് ചിലവാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്തരത്തിൽ വലിയ രീതിയിൽ പണമൊഴുക്കിയാണ് ഇവർക്കെതിരെയുള്ള വാർത്തകളൊക്കെ തടഞ്ഞു വെച്ചിരുന്നത്. പക്ഷേ മറുനാടൻ അതിലൊന്നും വീണില്ല. നമ്മൾ നിരന്തരം നിർഭയം തന്നെ വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നു. അതിനെതിരെ ഞങ്ങൾക്ക് വ്യാജ പരാതികളും ഇവർ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിനെയൊക്കെ അതിജീവിച്ച് തന്നെ ഞങ്ങൾ സത്യത്തിനൊപ്പം മുന്നോട്ട് പോകും. ഞങ്ങളുടെ വാർത്ത സത്യമാണ് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പ്രേക്ഷകരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ എല്ലാ ജ്വല്ലറികളിലും റെയ്ഡ് നടത്തി വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്നുള്ള വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 380 കോടിയുടെ നികുതി വെട്ടിപ്പാണ് ഈ ഇൻകം ടാക്സ് അധികൃതർ കണ്ടെത്തിയിരിക്കുന്നത്. ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം നടത്തിയ റെയ്ഡിലാണ് അടിമുടി തട്ടിപ്പാണ് ജ്വല്ലറിയിൽ നടന്നതെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കലും മണി ചെയിൻ മാതൃകയിൽ പണം ശേഖരിക്കലും അടക്കം സർവ്വവിധത്തിലും സ്ഥാപനം തട്ടിപ്പ് നടത്തിയെന്നാണ് ഇൻകം ടാക്സ് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്.
കള്ളപ്പണം വെളുപ്പിക്കലിന് മറയാക്കി സ്ഥാപനം പ്രവർത്തിച്ചു എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. 50 കോടി രൂപയാണ് വിദേശത്തേക്ക് കടത്തിയതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. മണി ചെയിൻ മാതൃകയിലാണ് കോടികൾ സ്ഥാപനം കൈപ്പറ്റിയത്. പഴയ സ്വർണം വാങ്ങുന്നതിൻ്റെ പേരിലും വലിയ തട്ടിപ്പാണ് ജ്വല്ലറി നടത്തിയത്. 3 ലക്ഷത്തിൻ്റെ സ്വർണം വാങ്ങിയാൽ 30 ലക്ഷമെന്ന് കള്ളക്കണക്കുണ്ടാക്കി ഈ കള്ളപ്പണം വെളുപ്പിക്കലാണ് നടന്നുകൊണ്ടിരുന്നത്. ഇതിന് മുംബൈയിലുള്ള സ്ഥാപനത്തിൻ്റെ സഹായവും ജ്വല്ലറിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഈ ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. 50 കോടിയോളം രൂപ വിദേശത്തേക്ക് കടത്തിയെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയത്. ഈ പണമൊക്കെ ടാക്സുകളായിട്ട് നമ്മുടെ സംസ്ഥാനത്തിന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് തന്നെ ലഭിക്കേണ്ടതാണ്. അതെല്ലാമാണ് ഇപ്പോൾ വിദേശത്തേക്ക് കടത്തിയിരിക്കുന്നത്. വ്യക്തിപരമായ ആവശ്യത്തിന് ഈ സ്ഥാപനത്തിൻ്റെ തലവൻ പണം കടത്തിയെന്നും ഇൻകം ടാക്സ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി 30 ജ്വല്ലറികളാണ് ഇൻകം ടാക്സ് പരിശോധന നടത്തിയത്. ജ്വല്ലറികളിൽ നിന്നും പിടിച്ചെടുത്ത രേഖകൾ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കുന്നുണ്ട്. സ്വർണം സൂക്ഷിച്ചതിനടക്കം പലതിനും കണക്കില്ലെന്നാണ് ഇൻകം ടാക്സ് തിരുവനന്തപുരം യൂണിറ്റിൻ്റെ കണ്ടെത്തൽ. അൽ മുക്താദിറിന് നടക്കുന്ന തട്ടിപ്പുകൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ നേരത്തെ മറുനാടൻ പുറത്തുവിട്ടിരുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് അതിവേഗം വളർന്നു വന്ന ജ്വല്ലറിയാണ്. 0% പണിക്കൂലി എന്ന വാഗ്ദാനവും മാധ്യമങ്ങളിൽ വലിയ പരസ്യവും നൽകിയാണ് ഈ ജ്വല്ലറി കേരളത്തിൽ വിപണി പിടിച്ചത്. വലിയ തോതിൽ ഈ ജ്വല്ലറിയിലേക്ക് നിക്ഷേപം സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ നിക്ഷേപകരൊക്കെയാണ് ഇപ്പോൾ പെരുവഴിയിലാകുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത്. ഇപ്പോഴും ഈ വാർത്തകൾ കണ്ടിട്ടും ഇവരെ വിശ്വസിക്കുന്ന ആൾക്കാരെ എന്ത് പറയണമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. കൊച്ചിയിൽ നിന്നും രഞ്ജിത്ത് എസ് പിള്ളയ്ക്കൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.